ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഇന്നൊരു നുറുക്ക് ഗോതമ്പ് വെച്ചുള്ളൊരു അടിപൊളി പായസം വയ്ക്കുവാണ്. അപ്പം പെട്ടെന്ന് വയ്ക്കാവുന്നൊരു പായസമാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയൊരു പായസമാണ് മുത്തുമണികളെ. എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഞാൻ പിന്നെ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കവറ് നുറുക്ക് ഗോതമ്പിൻ്റെ അരക്കിലോ അല്ല, അതിന് മേളിലുണ്ട്. അങ്ങനെ ഒരു കവറ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മണിക്കൂർ ഒന്ന് കുതിർത്താൻ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുതിർത്തി എല്ലാം വൃത്തിയാക്കി കഴുകി എല്ലാം കൊണ്ടുവന്ന് കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഇച്ചിരി നേരം വയ്ക്കുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് കുതിർന്ന് കയറും. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിനകത്ത് വേണം വേകാൻ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിനൊരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ 4-5 ഏലയ്ക്ക ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചതച്ച് വെച്ചേക്കുമെന്ന്, പൊടിച്ച് വെച്ചതല്ല, ചതച്ച് വെച്ചതാണ് കേട്ടോ. അതും അതിനകത്തോട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് 2 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും കേട്ടോ. നല്ലപോലെ വെന്ത് വരും. അപ്പോൾ ഞാൻ ഒന്ന് വേകാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആവി വരട്ടെ. 1-2 വിസിൽ വരുമ്പം വിസിൽ വന്ന് നല്ല രീതിയിൽ വെന്ത് കുഴകുഴാന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നുറുക്ക് ഗോതമ്പ് പെട്ടെന്ന് വേകും, അതിന് ഒരുപാട് വേവൊന്നുമില്ല. എന്നാലും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് കുറച്ച് വെച്ചാൽ മതി, ഒരുപാട് ഗ്യാസ് ആക്കണ്ട. അപ്പോൾ തീ കയറും. നല്ലപോലെ വെന്ത് കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മുത്തുമണികളെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ചിലവർക്ക് ഒരുപാട് മധുരം ആവശ്യം വരത്തില്ല, അപ്പം കുറച്ച് മധുരം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി പായസമാണെന്നുള്ളത്. നുറുക്ക് ഗോതമ്പിൻ്റെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്തോട്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുകിയിരിക്കരുത്, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആകരുത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലിനകത്ത് തന്നെ ഗോതമ്പ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റിയാണത്. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. വേണമെന്നവർക്ക് വെള്ളം പോലെ വേണമെന്നവർക്ക് ഇച്ചിരി പാലും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ പരുവത്തിനാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് മുന്തിരി, കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ആദ്യം ഞാൻ മുന്തിരി കിസ്മിസ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പകർന്ന് നമുക്ക് പെട്ടെന്ന് ഇത് വെക്കാം കേട്ടോ. ഒരു പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ നുറുക്ക് ഗോതമ്പ് കുതിർത്തിയെടുത്ത് പാലിനകത്ത് വേവിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പെട്ടെന്നാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ചെയ്യുന്നതിന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ. അപ്പോൾ മുന്തിരി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തന്നെ പകർന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് ഇതിനകത്ത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് നെയ്ക്കകത്താണ് ഞാൻ ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കൊട്ടി കൊടുക്കാം. ചീനച്ചട്ടിയും മൂത്തിട്ടുണ്ട്, ചീനച്ചട്ടി ഇടരുത് കേട്ടാരും. അപ്പം അതങ്ങനെയായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചീനച്ചട്ടിയുടെ കളർ മാറിയത് കണ്ട മുത്തുമണികളെ. അന്നേരം പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ, ചൂടോടെ കുടിക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇക്കായ്ക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തന്നേ ഉള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരിച്ച കുടിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയും ചെയ്ത് ഒരു വീഡിയോ ആക്കി ഞാനത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം എടുക്കാൻ. ഈ പരുവത്തിന് എടുത്തെങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അസ്സലാമു അലൈക്കും.